ആഗസ്റ്റ് നശിച്ച പവർ കട്ട് കാരണം കണ്ണും കാണാൻ പറ്റുന്നില്ല. ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അടുപ്പിലിട്ട് നോക്ക്, ശരിക്കും കത്തും. ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഇതെപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ. മമ്മി മമ്മി എന്താടുണ്ടോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചോ ഇതെപ്പോ? അത് നീ അറിഞ്ഞില്ലേ? ഇല്ല. ആഗസ്റ്റ് 14 അർദ്ധരാത്രി 12 മണിക്കാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അർദ്ധരാത്രിയാണല്ലേ? ഞാൻ ആ സമയത്ത് കൂർക്കം വലിച്ചു കിടന്നുറങ്ങുവാ. അത് 1947 ഞാനന്ന് ജനിച്ചിട്ടൂടില്ല. പിന്നെ എങ്ങനെ അറിയാനോ? കൃത്യസമയത്ത് കറണ്ട് വന്നു. സർക്കാർ കൃത്യമായിട്ട് നടത്തുന്ന ഏക ജോലി ഇതേ ഉള്ളൂ, പവർ കട്ടിന്റെ ടൈമില്ല. ഏത് കുർത്തം കിട്ടാനാണ് പാതിരാത്രി ബെല്ലടിക്കുന്നേ? ഞാനാണ് മോനെ. പണിക്കരുണ്ടായിരുന്നു. നീ ആരാന്നാ കരുതിയത്? ഞാൻ കരുതി ഡാഡി ആയിരിക്കും. ഡാഡിനെ ഇങ്ങനെയൊക്കെ വിളിക്കാമോ? ഡാഡിയുടെ ചില സമയത്തെ പ്രവൃത്തിയോടെ എനിക്ക് വിറഞ്ഞങ്ങ് കേറും. നീ ഇരുന്ന് പഠിച്ചേ. പഠിക്കണേട്ടാ. വൈദ്യുതിയുടെ പിതാവാരടുത്ത് പഠിക്കലുണ്ടറിയോ? അല്ല, വൈദ്യുതിക്ക് തന്നിന്നൊക്കെ ഉണ്ടോ? ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ കറണ്ട് ബില്ല് കാണുമ്പോൾ ആൾക്കാർ തന്തക്കും തള്ളക്കും വിളിക്കുന്നേ. അങ്ങനെ. എടാ, നിന്റെ പ്രോഗ്രസ് കാർഡ് കിട്ടിയാ? കിട്ടിയല്ലോ. എങ്ങനെയുണ്ട് മാർക്കൊക്കെ? നിങ്ങൾ ഞെട്ടിപ്പോവും. വെരി ഗുഡ്. എവിടെ കാണട്ടെ? നോക്കട്ടെ. 2-3 മാർക്കാണ് നീ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്ന മഹാഭാവി. നീ നിന്റെ ഡാഡിയെ കാണിച്ചാ? ഇല്ല. ഇതെങ്ങാനും ഡാഡി കണ്ടാലേ ഡാഡി നിന്നെ വഴക്ക് പറയും. ഇതിനുള്ള ഐഡിയ ഒക്കെ എനിക്കറിയാം. എന്താ ഐഡിയ? ഈ പ്രോഗ്രസ് കാർഡിന്റെ ഒപ്പം ഒരു 100 രൂപ കൂടി മടക്കി ഞാൻ ഡാഡിക്ക് അങ്ങ് കൊടുക്കും. സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, കൈക്കൂലി കിട്ടുമ്പോൾ ആളങ്ങ് കണ്ണടക്കും. എടാ, നിന്റെ ഡാഡിയൊക്കെ നന്നായിട്ട് പഠിച്ചത് കൊണ്ടാണ് ഇപ്പൊ നല്ലൊരു ജോലി കിട്ടിയിരിക്കുന്നത്. അറിയാമോ നിനക്ക്? അല്ല, പണിക്കരേട്ടൻ എന്താ പഠിക്കാഞ്ഞേ? അല്ല, ഞാൻ ബിസിനസ്സിലെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അതുകൊണ്ടല്ലേ ഞാനൊരു ബിസിനസ്സുകാരനായിട്ട് നിൽക്കുന്നത്. ഏത് ഡാഡിയാണ് കോളിംഗ് ബെൽ അടിക്കുന്നത്? അതേടാ, ഈ ഡാഡി എന്നെ കോളിംഗ് ബെൽ അടിച്ചത് അറിയോ? കമലേച്ചിക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്. അത് ഞങ്ങൾക്ക് അല്ലേലും അറിയാം. കമലേച്ചിക്ക് നല്ല കുറവുണ്ടെന്ന്. അതല്ല പറഞ്ഞത്, പനി അല്പം കുറവുണ്ടെന്ന്. എന്നാലും പനി അങ്ങ് കുറഞ്ഞു എന്ന് പറയാൻ പറ്റൂല. അതല്ലേ? അല്ല, എന്നിട്ട് ഞാൻ ഇപ്പൊ തന്നെ കണ്ടതാണല്ലോ കമലേച്ചി ഓർഡറിന് പുറത്തേക്ക് പോണത്. അത് ബ്യൂട്ടി പാർലർ വരെ ഒന്ന് പോയതാ. ബ്യൂട്ടി പാർലറാ? എന്താണ് കേക്കണേ? സാധാരണ ആൾക്കാർക്ക് പനിയോ അസുഖമോ വന്നാലും ഹോസ്പിറ്റലിൽ പോകാറുണ്ട്, മെഡിക്കൽ ഷോപ്പിൽ പോകാറുണ്ട്. ഈ ബ്യൂട്ടി പാർലറിൽ പോകുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. എന്താ നിനക്ക് മനസ്സിലായില്ലേ? എടാ, പനിയായിട്ട് ഒരാഴ്ച കിടപ്പിലായിരുന്നില്ലേ? അപ്പൊ ചുണ്ടൊന്ന് ഡ്രൈ ആയി, കണ്ണൊന്ന് കുഴിഞ്ഞു, ഇവിടെ ഒരു ബ്ലാക്ക് മാർക്ക് വന്നെന്ന് പറഞ്ഞ് നേരെ ബ്യൂട്ടി പാർലറിലോട്ട് പോയിരിക്കുക. ഒന്ന് ഫേഷ്യൽ ചെയ്ത് ഇതൊക്കെ ഒന്ന് ത്രെഡ് ചെയ്ത് നേരെ വന്ന് മൂടി പോയി ഒറ്റ കിടപ്പം കിടക്കാം. അതെന്തിന്? അവളുടെ ഫ്രണ്ട്സ് വരുമ്പോഴേക്കും ഗ്ലാമർ ഉറക്കാൻ പറ്റില്ലല്ലോ, പനിയാണെന്ന് പറഞ്ഞു. നിങ്ങൾ അറിഞ്ഞോ മകന്റെ പ്രോഗ്രസ് കാർഡ് കിട്ടി? ചോദിച്ചു നോക്ക്. എടുത്തുണ്ടു. പ്രോഗ്രസ് കാർഡ് കിട്ടിയത് എനിക്ക്? വെരി ഗുഡ്. വരൂ, ഇങ്ങോട്ട് വരൂ. കിട്ടിയത് എനിക്ക് പ്രോഗ്രസ് കിട്ടിയല്ലോ. അവന്റെ പ്രോഗ്രസ് കാർഡ് കാണുന്നതിനും അവനെ പിടിച്ച് തലണയാ. അതിന് എനിക്ക് അവന്റെ പ്രോഗ്രസ് കാർഡ് കാണേണ്ട ആവശ്യമില്ല. അതിന്റെ അകത്ത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലേ ടുണ്ടു? പഠനത്തിന്റെ കാര്യത്തിൽ നീ എന്നെ കണ്ടു പഠിക്കണം. എത്ര ഡിഗ്രിയാ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ. പഠനത്തിന്റെ കാര്യത്തിൽ ഞാനൊരു സിംഹമാ, സിംഹം. നീ ഒരു സിംഹക്കുട്ടിയാണെന്ന കാര്യം മറക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇപ്പോഴാണ് ഡാഡിനെ കുറിച്ച് ടീച്ചർ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായത്. നിങ്ങൾ കേക്ക്, എന്നെ കുറിച്ച് ഇവന്റെ ടീച്ചർ എന്താന്ന് പറഞ്ഞ നിങ്ങൾ ശരിക്കും കേക്ക്. എന്താ പറഞ്ഞത്? നീ ഒരു മനുഷ്യ സന്തതിയല്ല, ഏതോ ഒരു ജന്തുവിനെ